ഈ ഒരു കാലഘട്ടത്തിൽ ലിയണൽ മെസ്സി ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആർമാദത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ആണ്. അത് ഫുട്ബോൾ ആരാധകർക്ക് ഒരിക്കലും അവരിൽ നിന്നും മാറ്റി നിർത്താനായിട്ട് പറ്റൂല. അതല്ലെങ്കിൽ അവരെ കുറ്റം പറയാനായിട്ട് പറ്റൂല. അത് അഹങ്കാരികളാണെന്നൊന്നും പറയാൻ പറ്റൂല. കാരണം അവർക്ക് അത്രക്കും സഹിച്ചിട്ടുണ്ട് അവർ. നമ്മൾ 2014 തിരിഞ്ഞു നോക്കുക. 2014 ബ്രസീലിയൻ വേൾഡ് കപ്പിൽ ഫൈനലിൽ പരാജയപ്പെട്ടിട്ട് ഒരു മനുഷ്യൻ കരഞ്ഞിറങ്ങിയ കണ്ണീരുമായിട്ട് ഇറങ്ങിപ്പോയപ്പോൾ അന്നത്തെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ എല്ലാവരും അയാളെ ക്രൂശിക്കുന്ന രീതിയിലുള്ള ഘട്ടങ്ങൾ നമ്മൾ കണ്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2010 വേൾഡ് കപ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. അന്ന് നെതർലൻഡിനെ വാഴ്ത്തിപ്പാടിയ ആൾക്കാരുണ്ട്, ഫൈനലിൽ തോറ്റ നെതർലൻഡിനെ. 2018 നോക്കുമ്പോൾ ക്രൊയേഷ്യൻ്റെ പോരാട്ട വീരത്തെ വാഴ്ത്തിപ്പാടിയവരുണ്ട്. 2019 കോപ്പ അമേരിക്കയിൽ അർജൻറ്റീന വിജയിച്ചിട്ടും ബ്രസീലിൻ്റെ നെയ്മറിനെ വാഴ്ത്തിപ്പാടിയ ഇൻഫ്ലുവൻസേഴ്സും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളും ഇവിടെ ഉണ്ട്. 2022 വേൾഡ് കപ്പിൽ എംബാപ്പയെ വാ തോരാതെ പ്രശംസിച്ച ഓരോ ആൾക്കാരും ഇവിടെ ഉണ്ട്. 2014 വേൾഡ് കപ്പ് ഒന്ന് എടുത്തു നോക്കുക. അർജൻറ്റീനയെ ലിയണൽ മെസ്സി എന്ന് പറയുന്ന ഫുട്ബോളിൻ്റെ അതികായകനെ എത്രമാത്രം തരം താഴ്ത്തപ്പെട്ട സോഷ്യൽ മീഡിയസ് ഇവിടെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അന്നത്തെ ആ ഒരു മത്സരം പരാജയത്തിന് ശേഷം മെസ്സി പകുതിയിലധികം പല ആരാധകരും മെസ്സിയെ ക്രൂശിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പോട്ടെ, 2014 വേൾഡ് കപ്പ് കഴിഞ്ഞു, 2015 കോപ്പ അമേരിക്ക, 2016 കോപ്പ അമേരിക്ക, ഇതിലൊക്കെ തോറ്റതിനെ തുടർന്നിട്ട് അയാളുടെ കണ്ണീരിനെ ട്രോളാക്കി മാറ്റിയ ഒരു പറ്റ ആൾക്കാരുണ്ടായിട്ടുണ്ട് ഇവിടെ. അതൊക്കെ കണ്ടും സഹിച്ചു പറഞ്ഞവരാണ് ഈ അർജൻറ്റീന ഫാൻസ് എന്ന് പറയേണ്ടത്. പ്രത്യേകിച്ച് ലിയണൽ മെസ്സിയുടെ ആരാധകർ എന്ന് പറയേണ്ടത്. അയാളുടെ ജേഴ്സി കത്തിച്ചു, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫ്ലക്സുകളൊക്കെ തലവെട്ടിയ രീതിയിൽ ഒഴിവാക്കപ്പെട്ടു. അപ്പോൾ അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ലിയണൽ മെസ്സി താടി വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ. ഇനി ഒരു ട്രോഫി അടിച്ചിട്ട് താടി വടിക്കൂ എന്നൊക്കെ പറയേണ്ട ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂത്ത് നിരക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ വേറൊരു ട്രോള്. ഇങ്ങനെ ഒരുപാട് ട്രോളുകൾക്ക് വിധേയനായിട്ടുള്ളൊരു വ്യക്തിയാണ് ലിയണൽ മെസ്സി എന്ന് പറയേണ്ടത്. ബാർസലോണയിൽ കളിക്കുന്ന കാലത്ത് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ അയാൾ കരയുകയും പുറത്ത് ചിരിച്ച് കാണിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. എല്ലാ നേട്ടങ്ങളും നേടിയിട്ട് അർജൻറ്റീന നീലപ്പതാക ജേഴ്സിയിലേക്ക് വരുമ്പോൾ ഒന്നും നേടാൻ കഴിയാത്തവനെ പോലെ വിറങ്കലിച്ച് നിൽക്കുന്ന മെസ്സി എന്ന് പറയുന്ന ഒരു അതികായകനെ, ഫുട്ബോളിൻ്റെ ഗോട്ടിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്തൊക്കെ എല്ലാ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ട്രോള് മാത്രമായിരുന്നു വിധി. ഈ ട്രോളുന്നവർക്കൊക്കെ അറിയാം ലിയണൽ മെസ്സിയാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഫുട്ബോൾ പ്ലെയർ എന്നുള്ളത്. പക്ഷേ എന്നാലും ക്രൂശിക്കന്നെ, എന്നാലും ട്രോൾ തന്നെ, എന്നാലും അയാളെ വിമർശിക്കന്നെ. ഇതിനൊന്നും ഒരു അന്ത്യം കൊടുക്കാനായിട്ട് ഒരിക്കലും ഫുട്ബോൾ ആരാധകർ തയ്യാറായിട്ടില്ലായിരുന്നു. 2019 കോപ്പ അമേരിക്ക വരുന്നു. അന്ന് പലരും പറഞ്ഞൊരു കാര്യമാണ്, ഇതെങ്കിലും മെസ്സിക്കൊന്ന് കിട്ടിയാൽ മതിയേനി എന്നൊക്കെ പല ആൾക്കാരും ഉള്ളുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ലിയണൽ മെസ്സിക്ക് അത് കിട്ടി. പിന്നീട് അവരുടെ തേരോട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശേഷം ലിയണൽ മെസ്സിയുടെ ആരാധകർ കുറേ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ വലിയ ആൾക്കാരാണ്, അതാണ് ഞങ്ങൾക്ക് ഇത് കിട്ടി അത് കിട്ടി എന്നൊക്കെ പറയേണ്ടിനി. ഒരാളും അഹങ്കാരം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം പിൻകാലത്തേക്ക് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഇന്ന് ഓല് എത്രമാത്രം അഹങ്കരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രമാത്രം അഭിമാനം കൊള്ളുന്നുണ്ടോ, എത്രമാത്രം ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, അതൊക്കെ ആദ്യം സഹിച്ചതിനുള്ള പ്രതിഫലമാണെന്ന് പറയാം. 2022 വേൾഡ് കപ്പ് അടിക്കുന്നു, 2024 ഇപ്പോൾ കോപ്പ അമേരിക്കൻ്റെ ഫൈനലിൽ എത്തി നിൽക്കുന്നു. കർമ്മ എന്ന് പറയില്ലേ, അത് റിയലാണെന്ന് കാണിച്ചു തരുന്ന വ്യക്തിയാണ് ലിയണൽ ആന്ദ്രിയാസ് മെസ്സി എന്ന് പറയുന്നത്. അത് കാണിച്ചു തരുന്ന രാജ്യമാണ് അർജൻറ്റീന എന്ന് പറയുന്നത്. എന്നും പുകഴ്ത്താൻ മാത്രം ആൾക്കാരുണ്ടായിരുന്ന ഓരോ ടീമിനും ഇന്ന് അടിപതറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവരുടെ ഓരോ നേട്ടങ്ങളിലാണ് എന്ന് ഓർത്തു നോക്കണം. ഇവരുടെ ആരാധകർ, അതായത് ലിയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം മെസ്സിയുടെ ആരാധകർ ഇന്ന് മെസ്സിയെ ഇങ്ങനെ വാഴ്ത്തിപ്പാടുന്നത് കൊണ്ടിട്ട് അതിങ്ങനെ ചൂടിന് കൊള്ളുന്നില്ല, കുരു പൊട്ടിയിട്ട് ഒരു കാര്യമില്ല. കാരണം പല ആൾക്കാരും 2014, 15, 16 കാണിച്ചു വെച്ച ദൃശ്യങ്ങൾ നിങ്ങൾ കാണേണ്ടതാണ്. ഒരു പെനാൾട്ടി മെസ്സി പുറത്തൊക്കെ അടിച്ചതിൻ്റെ പേരിൽ എത്രമാത്രമാണ് അയാളെ വിമർശിച്ചിട്ടുള്ളത്. വർഷങ്ങളോളം അയാളെ വിമർശിച്ചിട്ടുണ്ട്. 2018 വേൾഡ് കപ്പിൽ ഫ്രാൻസിനോട് തോറ്റിട്ട് പുറത്താകുമ്പോൾ എത്രമാതിരി ആൾക്കാരാണ് അയാളെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളത്. അർജൻറ്റീനൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു ഗോൾ കീപ്പർ ഇല്ല എന്ന് പറയേണ്ടത് അവരുടെ ആ ഒരു 2018 വേൾഡ് കപ്പ് കണ്ടവർക്കൊക്കെ അറിയാം. ആ വേൾഡ് കപ്പിൽ ആ ഒരു ഗോൾ കീപ്പറുടെ പിഴവ് കാരണം വരെ അർജൻറ്റീന തോറ്റിട്ട് അതൊക്കെ മെസ്സിയുടെ തലയിലേക്ക് വരുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു. കർമ്മ എന്ന് പറയല്ലോ, അത് ഉണ്ട് എന്നുള്ളത് റിയൽ ആയിട്ടുള്ള സംഭവമാണ്. അതാണ് ഇന്നിപ്പോൾ നമ്മളൊക്കെ ഫുട്ബോൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പാട്ടിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, കരയാൻ കണ്ണീരില്ല കണ്ണീരൊപ്പാൻ ആരും പോരണ്ടെന്നൊക്കെ. അതൊക്കെയാണ് മെസ്സിയുടെ ഒരു ലൈഫ് എന്ന് പറയേണ്ടത്. ജീവിതത്തിൽ ഇത്രമേൽ കണ്ണീരൊഴിക്കപ്പെട്ടിട്ടുള്ള ഒരാളില്ല, അയാളുടെ ആരാധകരില്ല എന്നുള്ളതാണ്.